കൈലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം, മലപ്പുറം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉപദേശി ഊരു ചുറ്റി ഒടുവിൽ രാമപുരത്ത് വരികയും വടക്കേടത്ത് മനക്കൽ ചെന്ന് സന്ധ്യാവന്ദനവും മറ്റും കഴിച്ച് രാത്രി ഇല്ലത്ത് താമസിക്കുകയും ചെയ്തു അത്രേ. അദ്ദേഹത്തിൻ്റെ ഭാണ്ഡത്തിൽ ഒരു സാളഗ്രാമം ഉണ്ടായിരുന്നു. ശ്രീരാമധ്യാനത്തിനായുള്ള സാളഗ്രാമം അടങ്ങുന്ന ഭാണ്ഡം മനക്കലെ നമ്പൂതിരിയെ ഏൽപ്പിച്ച് അത് സൂക്ഷിച്ചു വെക്കണമെന്നും പാൽ നിവേദിക്കരുതെന്നും പറഞ്ഞു. ബ്രാഹ്മണൻ നിത്യകർമ്മങ്ങൾ കഴിഞ്ഞ് പോകാൻ സമയത്ത് ഭാണ്ഡം തിരികെ ചോദിച്ചപ്പോൾ അത് വെച്ച സ്ഥലത്ത് നിന്നും എടുക്കുവാൻ കഴിഞ്ഞില്ല. ബ്രാഹ്മണൻ നമ്പൂതിരിയോട് പറഞ്ഞ കാര്യങ്ങൾ അറിയാതെ മനക്കലെ സ്ത്രീകൾ സാളഗ്രാമത്തിൽ പാൽ നിവേദിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തിയിരുന്നു. ഇതറിഞ്ഞ ബ്രാഹ്മണൻ പരലോകം പ്രാപിച്ചു. അന്ന് രാത്രി ഉറക്കത്തിൽ ഇല്ലത്തെ നമ്പൂതിരിക്ക് ഒരു ദർശനമുണ്ടായി. ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് ഒരു കറുത്ത പുള്ളിപ്പശു പ്രസവിച്ചു നിൽക്കുന്നുണ്ടെന്നും ആ സ്ഥലം വെട്ടിത്തെളിച്ച് ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്നുമായിരുന്നു സ്വപ്ന ദർശനം. തുടർന്ന് പ്രസ്തുത സ്ഥലത്ത് ക്ഷേത്രപ്രതിഷ്ഠ നടന്നുവെന്നാണ് ഐതിഹ്യം. ഇവിടുത്തെ ശ്രീരാമപ്രതിഷ്ഠ രാവിലെ വനവാസത്തിലായ രാമനും വൈകിട്ട് സീതാസമേതനായ രാമനും ആണെന്നാണ് ഐതിഹ്യം. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ ക്ഷേത്രം. ഭരത ലക്ഷ്മണ ശത്രുഘ്ന ക്ഷേത്രങ്ങൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് മുഖമായി സ്ഥിതി ചെയ്യുന്നുവെന്നാണ് പ്രധാന സവിശേഷത. നാരായണത്ത് ഗ്രാമത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ തെക്കുപടിഞ്ഞാറായി കരിഞ്ചാപ്പാടി എന്ന സ്ഥലത്താണ് ഭരതക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചിറയും കാടും കൂടിച്ചേർന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ ചിറക്കാട് എന്നും അറിയപ്പെടുന്നു. ചിറക്കാട് എന്നും മൊഴിഭേദമുണ്ട്. മറ്റ് 3 ക്ഷേത്രങ്ങളും പുഴക്കോട്ടിരി പഞ്ചായത്തിലാണെങ്കിൽ ഈ ക്ഷേത്രം കുറവ പഞ്ചായത്തിലാണ്. രാമപുരം ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അകലെയായി പെരിന്തൽമണ്ണയ്ക്ക് പോകുന്ന വഴിയിൽ പനങ്ങാങ്ങര 38 സ്റ്റോപ്പിനടുത്ത് പടിഞ്ഞാറ് ദർശനമായി ലക്ഷ്മണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അയോധ്യാനഗർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വിശ്വാമിത്ര മഹർഷിയുടെ തപോകേന്ദ്രമായിരുന്നു എന്നാണ് വിശ്വാസം. മഹർഷിയുടെ സങ്കല്പത്തിൻ്റെ സാഫല്യമാണ് രാമപുരത്തെ നാലമ്പലങ്ങളെന്നും തദ്ദേശവാസികൾ വിശ്വസിച്ചു പോരുന്നു. ഈ ക്ഷേത്രത്തിൽ വിശ്വാമിത്ര മഹർഷിയെ സങ്കല്പിച്ച് നിത്യേന 2 നേരവും വിളക്ക് വെച്ച് പോരുന്നുണ്ട്. രാമപുരം ക്ഷേത്രത്തിൽ നിന്നും പടിഞ്ഞാറോട്ട് മാറി കോഴിക്കോട്ടേക്ക് പോകുന്ന ദേശീയപാതയിൽ നാരായണത്ത് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം 100 മീറ്റർ അകലെയാണ് ശത്രുഘ്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചതുർബാഹുവായ ശത്രുഘ്നനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശ്രീരാമ ഭരത ലക്ഷ്മണ ക്ഷേത്രങ്ങൾക്ക് വട്ട ശ്രീകോവിലാണെങ്കിൽ ശത്രുഘ്ന ക്ഷേത്രത്തിന് മാത്രം ചതുര ശ്രീകോവിലാണ്. ലക്ഷ്മണ ക്ഷേത്രത്തിന് സമീപമുള്ള പനങ്ങാങ്ങര ശിവക്ഷേത്രം ഈ പ്രദേശത്തെ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നായി കരുതുന്നു. ദുർവാസാവ് മഹർഷിയുടെ തപോഭൂമിയാണ് ഈ പ്രദേശമെന്നുള്ള വിശ്വാസവുമുണ്ട്. കണ്ണൂരിലെ നാലമ്പലങ്ങൾ: നീർവേലി ശ്രീരാമക്ഷേത്രം, പെരിഞ്ചേരി വിഷ്ണു ക്ഷേത്രം, എളയാവൂർ ഭരതക്ഷേത്രം, പായം മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം എന്നിവയാണ് കണ്ണൂരിലെ നാലമ്പലങ്ങൾ. രാമായണം മുഴുവൻ പാരായണം ചെയ്യുന്നതിന് തുല്യമാണ് ഒരു തവണ നാലമ്പല ദർശനം നടത്തുന്നത് എന്നാണ് വിശ്വാസം. ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പ് 4 ഇടങ്ങളിലും ദർശനം നടത്തി പൂർത്തിയാക്കണം എന്നാണ് വിശ്വാസം. നീർവേലി ശ്രീരാമക്ഷേത്രം: നാലമ്പല ദർശനം ആരംഭിക്കുന്നത് നീർവേലി ശ്രീരാമക്ഷേത്രത്തിലെ ദർശനത്തോടെയാണ്. കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിൽ നിർമ്മലഗിരിക്ക് സമീപത്തുള്ള അളകാപുരിയിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് നീർവേലി ശ്രീരാമക്ഷേത്രത്തിലെത്തുന്നത്. 5000-ത്തിലധികം വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ മാരീചനെ കൊന്ന രൂപത്തിലുള്ള ശ്രീരാമനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പുലർച്ചെ 5:30 നട തുറക്കുന്ന ക്ഷേത്രത്തിൽ ഉഷപൂജയ്ക്ക് ശേഷം 9:30 നടയടയ്ക്കും. വീണ്ടും വൈകിട്ട് 5:30 നട തുറന്ന് ദീപാരാധനയും അത്താഴപൂജയും കഴിഞ്ഞ് 7:30 നടയടയ്ക്കും. ശ്രീരാമനവമി ആഘോഷം, കർക്കിടക മാസത്തിൽ രാമായണ പാരായണം തുടങ്ങിയവ ഇവിടെ വലിയ രീതിയിൽ ആചരിക്കുന്നു. മകരമാസത്തിലെ അശ്വതി ദിവസമാണ് ഉത്സവം ആഘോഷിക്കുന്നത്. പെരിഞ്ചേരി വിഷ്ണു ക്ഷേത്രം: പെരിഞ്ചേരി വിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ സങ്കല്പം രാമന്റെ സഹോദരനായ ലക്ഷ്മണനാണ്. പറമ്പ് മട്ടന്നൂർ റോഡിൽ ഉരുവച്ചാൽ ടൗണിൽ നിന്നും 2 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രമുള്ളത്.
സീതയ്ക്ക് കാവൽ നിൽക്കുന്ന ഭാവത്തിലാണ് ലക്ഷ്മണൻ ഇവിടെയുള്ളത്. അലങ്കാര പൂജ, നിറമാല, ചുറ്റുവിളക്ക് എന്നിവയാണ് പെരിഞ്ചേരി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. എളയാവൂർ ഭരതക്ഷേത്രം. അപൂർവമായ ഭരതപ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് എളയാവൂരിലെ ഭരതക്ഷേത്രം. കണ്ണൂർ മട്ടന്നൂർ റോഡിൽ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം കഴിഞ്ഞ് 1.5 കിലോമീറ്റർ അകലെയാണ് ഭരതക്ഷേത്രമുള്ളത്. ആദ്യകാലങ്ങളിൽ വിഷ്ണു മാത്രമായിരുന്നുവെങ്കിലും പിന്നീടാണ് ഇവിടെ ഭരതസങ്കല്പം കണ്ടെത്തുന്നത്. ആത്മീയ ഭാവത്തിലുള്ള ഭരതനാണ് ഇവിടെയുള്ളത്. താമരമാലയാണ് വിശ്വാസികൾ വഴിപാടായി സമർപ്പിക്കുന്നത്. പുലർച്ചെ 5:30 നട തുറന്ന് ഉച്ചയ്ക്ക് ശേഷം 11:30 നടയടയ്ക്കും. വീണ്ടും വൈകിട്ട് 5 മണിക്ക് നട തുറന്ന് 8 മണിക്ക് അടയ്ക്കുന്ന വിധത്തിലാണ് സമയം. പായം മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം. നാലമ്പലങ്ങളിലെ അവസാന ക്ഷേത്രമാണ് പായം മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം. ഇരിട്ടി പേരാവൂർ റൂട്ടിൽ ജബ്ബാർക്കടവ് പാലം കടന്ന് 2 കിലോമീറ്റർ ദൂരം കരിയാൽ വഴി സഞ്ചരിച്ചാൽ പായം ക്ഷേത്രത്തിലെത്താം. നൂറ്റാണ്ടുകൾ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്നാണ് വിശ്വാസം. ബാവലിപ്പുഴയുടെ കരയിലാണ് ക്ഷേത്രമുള്ളത്. വൃത്താകൃതിയിലുള്ള ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.